അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറയാവുന്ന ടി ടി എഫ് നൂറയുടെ ടി ടി എഫിനെ കുറിച്ചാണ് കേട്ടോ. നൂറയ്ക്ക് ടി ടി എഫ് ഇപ്പം എന്താണ് ഒരു വിലയില്ലാത്ത പോലെ തോന്നി എനിക്ക്. ഞാൻ പറയട്ടെ, നൂറ ടി ടി എഫ് കളിക്കുന്നതിന് മുമ്പ് വരെ നൂറയുടെ പൊസിഷൻ വളരെ ബോട്ടത്തിലായിരുന്നു. സത്യമായിട്ടും ഞാനൊക്കെ റിവ്യൂ പറയുമ്പോൾ നൂറ സാബുമാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ടി ടി എഫിലെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് നൂറ മുകളിലോട്ട് കയറിയത്. അത് പ്രേക്ഷകരുടെ ഇടയിലും നൂറ ശ്രദ്ധിക്കാൻ കാരണം അതുകൊണ്ടാണ്, നൂറയെ ശ്രദ്ധിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ നൂറേയും ആദിലെ ഒരുമിച്ച് എവിക്ഷനിൽ വന്നാൽ റിസ്ക് കൂടുതലാണ്. അവിടെ ആരെങ്കിലും ഒരാൾ ഔട്ടാവും, ഉറപ്പാണത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബേസിക് ബുദ്ധി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നൂറയെക്കുറിച്ച്. പക്ഷേ നൂറ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയും ചെറുതായിട്ട് കാണരുത്. നൂറയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ആണ് അവിടെ ടി ടി എഫ് കിട്ടിയെങ്കിൽ ഗെയിം മൊത്തം ചേഞ്ച് ചെയ്താനെ. നിങ്ങൾ ബോട്ടത്തിൽ കടന്നേ, നിങ്ങൾ ബോട്ടം 3 വന്നാൽ എന്തായാലും സാബുമാൻ നിങ്ങളും ഉറപ്പാണ്. ആദിലെയാണ് നൂറേക്കാളും കുറച്ച് മുകളിലോട്ട് നിൽക്കുക ആ സമയത്ത് ഗെയിം ലെവൽ നോക്കുകയാണെങ്കിൽ. സത്യമായിട്ട് ഞാൻ റിവ്യൂവർ എന്നുള്ളതൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ടി ടി എഫ് ആണ് നൂറയുടെ ഏറ്റവും വലിയ എഫേർട്ട് കണ്ടതും അതാണ് കുറച്ച് ഗെയിം ചേഞ്ചിങ് ആയിട്ട് വന്നതും. അപ്പോൾ നൂറ അത് പുറത്തിറങ്ങിയിട്ട് മനസ്സിലാക്കും, പക്ഷേ അതിനുള്ളിൽ വെച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആദിലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നൂറയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നൂറയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും. ഇപ്പം തന്നെ അത് കേട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. അപ്പം നൂറ അത് ചെയ്യാതിരിക്കാനാണ് നല്ലത്. അപ്പം നൂറയുടെ അത് പിന്നെ നൂറയുടെ നല്ല പോസിറ്റീവ് കാര്യം ഞാൻ പറയാമല്ലോ. നൂറ അതിലെ ഇന്ന് നബീന് ഒരു 50,000 കൊടുക്കാൻ റെഡിയായി. അതാ ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് ആണത്. അത് കൊടുക്കാൻ റെഡി ആയാൽ ഞാൻ അതിന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ മാത്രമല്ല ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു അവരവരുടെ രീതിയിൽ. അതുപോലെ നബീനും തിരിച്ച് സാബുമാനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു വിധം നല്ലൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ ഈ ഗെയിം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നല്ലതാണ്. അതുപോലെ നടക്കുമോ നടക്കില്ലെന്ന് അറിയില്ല പുറത്തിറങ്ങിയിട്ട്, പക്ഷെ എന്തായാലും ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു സുഖം തോന്നി. പിന്നെ നെവിൻ്റെ പറയുകയാണെങ്കിൽ നെവിൻ ഇന്ന് കളിച്ച നെവിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നെവിൻ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് കേട്ടോ, നോ ഡൗട്ട്. പുള്ളിക്കാരന് എന്ത് ടാസ്കും എന്ത് ചെയ്യാനും ഒരു പേടിയുമില്ല, ധൈര്യപൂർവ്വം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മളൊക്കെ അറിയാൻ കുറച്ച് വൈകി പോയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പുള്ളിക്കാരൻ പ്രൂവ് ചെയ്തും ചെയ്തു. പോയി 50,000 എടുത്തിട്ട് വാങ്ങുകയും ചെയ്തു. കണ്ടന്റ് മേക്കറാണ്. ഒരു റിസ്ക്കും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി കളിക്കുക. ഇത് പല പി ആറുകൾക്കും പല ഫാൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവർ നോക്കുമ്പോൾ ഒരാൾക്ക് ഹൈലൈറ്റ് കിട്ടുന്നു. ബട്ട് പുള്ളിക്കാരൻ സ്വയം ചെയ്യുന്നതാണ് ആ ഹൈലൈറ്റ്. വേറെ ആൾ അതാണ് കഴിവ്, അതൊരു കഴിവാണ്, അത് വേണം. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് നെവിനോട് ഒരു ചെറിയ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. നെവിൻ ഈ ഫുൾ വീക്കെൻഡ് കഴിയുമ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് പറയാൻ ടാസ്കിലേക്ക് പോകാം. ടാസ്കുകളിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നമ്മുടെ റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ഞാൻ എല്ലാവരുടെയും പറയുന്നില്ല, കുറേ പേര് പലതും പറഞ്ഞു, അതൊന്നും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ മെയിനായിട്ട് എനിക്ക് പറയുന്നത് ഷാനവാസിൻ്റെ അനുമോളുടെ സംഭവമാണ്. ഷാനവാസ് അനുമോളിന് കൊടുത്ത റേറ്റിംഗ്. ഷാനവാസിന് ഇപ്പം മനസ്സിലായ അനുമോളിന് അഗേൻസ്റ്റാണ് ഗെയിം കളിക്കേണ്ടത്. അപ്പോൾ ഷാനവാസ് ഗെയിം എടുത്തിട്ടാണ്. ഷാനവാസിന് അറിയാം അനുമോളുടെ എല്ലാം ഗെയിമാണെന്നും. അപ്പോൾ ഗെയിം രീതിക്കാണ് പുള്ളിക്കാരി ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഷാനവാസ് പറഞ്ഞു, ഇൻക്ലൂഡിങ് അനീഷിൻ്റെ ഈ കോംബോ. അത് ഗെയിമായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് കൂടുതൽ സംസാരിച്ചതെന്ന് എന്ന് പറയുന്നുണ്ട് ആരോട്, അക്ബറോട്. അല്ലെങ്കിൽ അത് നമുക്കങ്ങ് വെറുതെ വിട്ട് കളയാമായിരുന്നു. പക്ഷേ വീക്കെൻഡിൽ അത് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹം അനുമോൾ, കാരണം അത് കണ്ടന്റായി അനുമോൾ കൊണ്ടുപോകുന്നുണ്ട്, ഇപ്പോഴും അനുമോൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അനീഷിൻ്റെ ഭാഗത്താണെങ്കിൽ അനീഷ് അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അത് ക്ലിയർ കട്ടായിട്ട് അനീഷ് പറയുന്നുണ്ട്, ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ക്ലിയർ കട്ടായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അക്ബറോടായാലും ആരോടായാലും. അനുമോൾ അത് പിന്നെയും ഡിസ്കഷനിൽ കൊണ്ടുവരികയാണ്. പുള്ളിക്കാരൻ അത് ഒരിക്കലുമേ ഇനിയൊരു കണ്ടന്റായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അനുമോൾ അത് വിടില്ല. എനിക്കതാണ് മനസ്സിലായത്. ആദില, നൂറ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അനാവശ്യമാണ്. അനുമോളുടെ കുഴി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുവാണ്. ഒരു കാര്യമില്ല. കാണുന്ന വ്യൂവേഴ്സ് പൊട്ടന്മാരല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് അനീഷിന് ബെനിഫിഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് കണ്ടിട്ട് അനുമോൾക്ക് അത് ബെനിഫിഷ്യൽ ആവില്ല കേട്ടോ. ഈ ഡിസ്കഷൻ അനുമോളിന് വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇടുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല. അനീഷ് അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി അനീഷിൻ്റെ ഫാൻസ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അനുമോൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അനുമോളുടെ ഗെയിം സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി അതെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതാണ് ഈ വിഷയം. അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഹൂസ് എ സ്റ്റാർ ഓഫ് ദ ഷോ എന്നുള്ളായിരുന്നു. അതിൽ സാബുമാൻ്റെ ആൻസർ ഡേ 1 തൊട്ട് ഇപ്പോൾ വരെ നോക്കിക്കഴിഞ്ഞാൽ നെവിൻ ഷൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദ്യം നെവിൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നെവിൻ എന്നുള്ള കണ്ടന്റ് മേക്കറെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹീ ഈസ് എൻ്റർടൈനർ, യുണീക്കാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പം ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇഷ്ടമല്ല, എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ബി മെറ്റീരിയൽ അതല്ലേ നമ്മൾ നോക്കുന്നത്. ആ പുള്ളിക്കാരൻ വേറെ സദാചാരം ഒന്നും ചെയ്യാത്തൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ നമുക്കൊരു ഒരു സമാധാനമുണ്ട് പുള്ളിക്കാരൻ്റെ ഗെയിം കാണുമ്പം. അതാണ് വ്യത്യാസം. പക്ഷേ അനുമോളെ സംബന്ധിച്ച് നമുക്ക് അതാണ് ഇറിറ്റേഷൻ വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നം പുള്ളിക്കാരുടെ അവിടെ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. അതാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. പിന്നെ ബാക്കി എല്ലാവരും പറഞ്ഞത് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഷാനവാസ് അനീഷിനെ പറയും. അനീഷ് ഉണ്ടായിരുന്നു ഗെയിം ഫസ്റ്റ് ഒരു 4 വീക്ക് എന്ന് പറയാം, 1 മന്ത്
അനീഷിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനീഷിൻ്റെ ഗെയിം ഒന്നും എനിക്ക് വലിയ കാര്യമൊന്നും കാണാൻ പറ്റില്ല. എന്ന് ഷാനവാസിനോട് കൂടി അന്ന് അനീഷിൻ്റെ ഗെയിം ഡൗൺ ആയിരുന്നു. എന്ന് ഷാനവാസിനോട് കൂടി അന്ന് അനീഷ് ഗെയിം 0 ആയി മാറിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഷാനവാസ് ഒന്നും എഗെയിൻസ്റ്റ് പറയാൻ അനീഷിന് എന്താണ് ഇൻഡിവിജ്വാലിറ്റി പോയി, ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് പലപ്പോഴും ആയി. പിന്നെ അനുമോളുടെ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ ഇപ്പോൾ അനീഷിൻ്റെ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്ത് കാര്യമായാലും ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾ തെറ്റിയില്ലേ, തെറ്റായിട്ട് തന്നെ പറയണം. അത് പറയാൻ പറ്റില്ല. അവിടെ അനീഷ് ഗെയിം ഡൗൺ ആണ്. അപ്പം അത് പിന്നെ അത് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഒനീലിനൊക്കെ പറഞ്ഞിട്ട് ഒനീലിൻ്റെ ഗെയിമൊക്കെ ഒനീൽ എന്താ പ്രശ്നം എന്നറിയോ? ഒനീൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഫാക്ടറി ടാസ്കിലൊക്കെ ഒനീലൊക്കെ കുറച്ച് ഗെയിം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒനീലിൻ്റെ ഗെയിം കുറേ എനിക്ക് ഇഷ്ടമാകാത്ത ഗെയിമാണ്. കാരണം ഫോർ എക്സാമ്പിൾ മറ്റേ ബോട്ടിൽ ടാസ്കിലൊക്കെ എല്ലാം റദ്ദാക്കല ഗെയിമാണ്. റദ്ദാക്കി എല്ലാ ഗെയിം കളിക്കുക, അത് എല്ലാവർക്കും പറ്റും. റദ്ദാക്കുക ഒന്നുമേ ആരും ജയിക്കാൻ വേണം. പുള്ളിക്കാരനും കളിക്കില്ല, ബാക്കിയുള്ളവരെയും കളിപ്പിക്കില്ല. ദാറ്റ് ഇസ് നോട്ട് ദ ബിഗ് ബോസ് ഗെയിം. അതല്ല, അത് പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഫാക്ടറി ടാസ്ക് പോലെയാണ് ബാക്കി എല്ലാ ടാസ്കും കളിക്കേണ്ടത്. അങ്ങനെയല്ല, ഫാക്ടറി ടാസ്കിൻ്റെ മോഡ് അതായിരുന്നു, അത് കറക്റ്റായിരുന്നു. അത് അങ്ങനെ എഗെയിൻസ്റ്റ് കളിച്ച് ആ സംഭവം അങ്ങനെ തന്നെയായിരുന്നു കളിക്കേണ്ടത്. 100ക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു കളിക്കേണ്ടത്. പക്ഷേ ബാക്കി ടാസ്കുകളിൽ അങ്ങനെയല്ല കളിക്കേണ്ടത്. അപ്പം പുള്ളിക്കാരൻ്റെ മോഡ് അത് തന്നെയായിരുന്നു. എല്ലാം ഇമ്മ്യൂണിറ്റി ആർക്കും കിട്ടണ്ട, ആർക്കും ഇമ്മ്യൂണിറ്റി കിട്ടില്ല. അങ്ങനെയല്ല, ബിഗ് ബോസിന് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ടാസ്ക് നന്നായിട്ട് കളിക്കുക, ആ ടാസ്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതൊക്കെ ഒന്നിലും പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഒന്നിൻ്റെ ഡർട്ടി ഗെയിം, അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളത്. അപ്പോൾ ഒനീൽ ആസ് എ ഗെയിമർ എനിക്കറിയില്ല, ഞാൻ അത്ര വലിയ ഹാപ്പി ഒന്നുമല്ല ഒനീൽ ആസ് എ ഗെയിമർ. ഞാൻ പറയുവാണെങ്കിൽ നെവിൻ ഇസ് ഫൈൻ. അക്ബറിന് പറയാൻ പറ്റുന്നുണ്ട്. അക്ബറിന് ചെറിയ പ്രശ്നം വെച്ചാൽ അക്ബറിൻ്റെ ആ ഒരു ഫിഗറും ഹൈറ്റും ഹീ ഈസ് ലൈക്ക് ഹ്യൂജ് അല്ലേ. പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതിലും പുള്ളിക്കാരനെ ബുള്ളിയായിട്ട് തോന്നും സംസാരിക്കുമ്പം. അത്രയേ ഉള്ളൂ, അതാണ് ചെറിയൊരു നെഗറ്റീവ്. പക്ഷെ ബാക്കി എല്ലാ കാര്യം സംസാരിക്കാനൊക്കെ അക്ബറിന് അറിയാം. അതാണ് അക്ബർ കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് ആ ബീൻ ബാഗിൽ നിന്നൊക്കെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിർത്തിയിരുന്നെങ്കിൽ അക്ബർ ടോപ്പിലേക്ക് എത്തിയാണ്. അത് അക്ബറിൻ്റെ ഒരു ഫ്ലോ ആയിരുന്നു. പക്ഷേ ഹീസ് എ ഗുഡ് ഗെയിമർ. പിന്നെ ആദില ഈസ് ഓൾസോ ഗുഡ് ഗെയിമർ. പുള്ളിക്കാരി ഗെയിം കളിച്ചിട്ടുണ്ട്, പേടിക്കാതെ കളിച്ചിട്ടുണ്ട്. നൂറയെ പോലെ സേഫ് അല്ല, കുറച്ചുകൂടി ഗെയിം റിസ്ക് എടുത്തിട്ട് കളിച്ചിട്ടുള്ളതാണ്. നൂറയ്ക്ക് ഒരു ബാക്കപ്പ് ആയിരുന്നു എപ്പോഴും ആദില. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതെ, ഒരു ബാക്ക് ചെയ്യുന്ന ഒരാളാണ്. നൂറേനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എവിക്ഷനിലേക്ക് വരികയാണ്. സാബുമാനാണ് എവിക്റ്റ് ആയിപ്പോയത്. അപ്പോൾ കുരുതി കോണറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ഭാഗ്യത്തിന് നെവിൻ എവിക്റ്റ് ആയതുകൊണ്ട് സമാധാനത്തോടെ അക്ബറിന് സമാധാനമായി. അല്ലെങ്കിൽ അക്ബറിന് ഇന്ന് ഈ ആഴ്ചയും തേമയെ കുരുതി കോണർ എന്ന് പറഞ്ഞിട്ട് ആരും മിണ്ടാതെ ഉണ്ടാവില്ല. അതൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു പുള്ളിക്കാൻ. അപ്പോൾ എന്തായാലും സാബുമാൻ ഔട്ടായി. അത് കറക്റ്റ് എവിക്ഷനാണ്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എല്ലാവരും നോമിനേഷന് വരണം എന്ന് പറഞ്ഞ്. കറക്റ്റ് എല്ലാവരും നോമിനേഷൻ, 100യുടെ വോട്ട് അതിലേക്ക് പോയിട്ടുണ്ടാവും, അത് ഷുവറാണല്ലോ. ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നപ്പം കറക്റ്റായിട്ട് ഒരാൾ എവിക്റ്റ് ആയത് കണ്ടോ. അതായത് ലെസ് കോൺട്രിബ്യൂഷനുള്ള ആളാണ് എവിക്റ്റ് ആയത്. അതുവരെ എന്താണ് ആയിക്കൊണ്ടിരുന്നത് അല്ലേ, അത് നമുക്ക് എല്ലാം മനസ്സിലാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബിഗ് ബോസ് തീരുമാനിക്കേണ്ട സംഭവമാണ്. നമുക്ക് അൺഫെയർ ഫെയർ എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. അവിടെ PR കളിക്കുന്ന കളി ഗെയിം എക്സ്പോസ് ആണെങ്കിൽ എല്ലാവരും നോമിനേഷൻ വരാം. അപ്പോൾ ഇന്ന് എല്ലാവരും നോമിനേഷൻ വന്നുകൊണ്ട് തന്നെ, ഈ പ്രാവശ്യം എല്ലാവരും നോമിനേഷൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വോട്ട് സ്പ്ലിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള എവിക്ഷൻസ് വരാം. ഇനി അങ്ങോട്ട് കറക്റ്റ് ആയിരിക്കും, കാരണം എല്ലാവരും നോമിനേഷൻ വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി മിഡ് വീക്ക് എവിക്ഷൻസ് ഉണ്ടാവും, ഉറപ്പാണ്. മിഡ് വീക്ക് ഉണ്ടാവും. ടോപ്പ് 7 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മിഡ് വീക്ക് ഉണ്ടാവും. അത് റീ എൻട്രിക്ക് ശേഷമൊക്കെ ആയിരിക്കും മിഡ് വീക്ക് ഉണ്ടാവുക കേട്ടോ, അത് ഉറപ്പാണ്. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അക്ബറും ഒക്കെ ഷാനവാസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഭവമുണ്ട്. അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ലത്. നമുക്ക് നോക്കാം ഇനി റീ എൻട്രി വരുമ്പോൾ എന്തൊക്കെ ഗെയിം ചേഞ്ച് വരുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ടോപ്പിക്. വേറെ ഒന്നും വലിയ വിഷയമായിട്ടൊന്നും തോന്നിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് റിവ്യൂ വരെ ബൈ.